പ്രണയസഖി ഭാഗം 38. വർണ്ണ കാര്യമായ ആലോചനയിലാണ്. ശിവ അവളെയൊന്ന് നോക്കി പുഞ്ചിരിയോടെ കാറോടിച്ചു. എത്രയൊക്കെ ആലോചിച്ചിട്ടും വർണ്ണയ്ക്ക് എന്താണ് താൻ മറന്നു പോയത് എന്ന് കിട്ടുന്നില്ലായിരുന്നു. ആലോചിച്ചിരുന്ന് അവൾക്ക് വീടെത്തിയതുപോലും മനസ്സിലായില്ല. ശിവ വണ്ടി കാർ പോർച്ചിലേക്ക് കയറ്റി നിർത്തി. ഇറങ്ങ്, അവളോട് പറഞ്ഞ് അവനും ഡോറ് തുറന്നിറങ്ങി. അകത്തേക്ക് കയറി. വർണ്ണ ഒറ്റ നിമിഷം ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ഈ വീട് തനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. താനിന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്നായിരുന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും ഒന്ന് പാഞ്ഞു. അവൾക്ക് പിറകെ അവനും അകത്തേക്ക് കയറി. കഴിഞ്ഞ ആഴ്ചയല്ലേ ദേവേട്ട നമ്മൾ വന്ന് ക്ലീൻ ചെയ്തത്, അതുകൊണ്ട് അധികം അഴുക്കും പൊടിയൊന്നുമില്ല. വർണ്ണ ചുറ്റും ഒന്ന് നോക്കിക്കൊണ്ട് ശിവയോട് പറഞ്ഞു. അവനൊന്ന് മൂളി. അവൻ്റെ നോട്ടം അവളുടെ നേരെ തന്നെയാണ്. ഇപ്പോഴും നീ മറന്നുപോയ കാര്യം ഓർമ്മ വന്നില്ലേ വർണ്ണേ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. പക്ഷേ അവൾ ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം ഇല്ലെന്ന് തന്നെ തലയാട്ടി. അവൻ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. പോയിട്ടൊന്ന് ഫ്രഷായിട്ട് വാ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അവളോട് പറഞ്ഞ് അവൻ അവളുടെ കയ്യിലേക്കൊരു ബാഗ് കൊടുത്തു. ശേഷം മുറിയിലേക്ക് നടന്നു. പക്ഷേ അന്നേരം അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്ന ചിരി അവളെ ഒന്നാകെ കുഴപ്പിച്ചിരുന്നു. അവനെ ഒന്ന് സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൾ മുറിയിലേക്ക് ഫ്രഷ് ആവാൻ കയറി. അവൻ തന്ന ബാഗ് നോക്കുമ്പോൾ അവളുടെ ഡ്രസ്സാണ്. 1-2 ഉണ്ട്. ഫ്രഷായിട്ട് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഇരുവരും ഇറങ്ങിയത്. കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തയിലിരിക്കുന്ന വർണ്ണയെ ശിവ ശ്രദ്ധിച്ചുവെങ്കിലും അവളോടൊന്നും മിണ്ടിയില്ല. നമുക്ക് കുറച്ചു ദൂരം പോകാനുണ്ട്, താൻ വേണമെങ്കിൽ കിടന്നൊന്ന് ഉറങ്ങിക്കോ. വർണ്ണയോട് ശിവ പറഞ്ഞതും അവൾ തലയാട്ടി. എങ്കിലും അവൻ്റെ മുഖത്തേക്ക് അവൾ സംശയത്തോടെ നോക്കുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞ് വർണ്ണ ഉറങ്ങിപ്പോയിരുന്നു. 3 മണിക്കൂർ അടുത്ത് യാത്രയുണ്ട്. യാത്രയൊക്കെ കഴിഞ്ഞ് ശിവ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. ശാന്തമായിട്ടുറങ്ങുന്നവളെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. വർണ്ണ, അവൻ അവളുടെ കവിളിൽ ഒന്ന് തട്ടി വിളിച്ചു. നല്ല രീതിയിൽ അവൾ കിടന്നുറക്കത്തിലാണ്. കണ്ണൊന്ന് അമർത്തി തിരുമ്മി അവൾ പതിയെ എഴുന്നേറ്റു. സ്ഥലം എത്തിയോ ദേവേട്ട? വാ, എത്തി, അവൻ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് നോക്കി. പക്ഷേ അതേതോ പാർക്കിംഗ് ഏരിയ ആണെന്ന് അവൾക്ക് മനസ്സിലായി. കാറിൽ നിന്നിറങ്ങിയതും അവളുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് നോക്കി. പറക്കാട് നേച്ചർ റിസോർട്ട്, മൂന്നാർ. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. കാരണം ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഈ റിസോർട്ട് കണ്ടപ്പോൾ അവൾ ഇവിടെ കൊണ്ടുപോവോ എന്ന് അവനോട് ചോദിച്ചതാണ്. അന്ന് അവളെ വട്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്നവൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. പക്ഷേ അവനോടൊന്നും ചോദിക്കാൻ പോയില്ല. അകത്തേക്ക് കയറുമ്പോഴും അവൾ അവനോടൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. പ്രണയം തോന്നിപ്പോയി അവൾക്ക് അവനോട്, സ്നേഹം മാത്രം. അവനെ നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അവൾക്ക്. സമയം ഏകദേശം രാത്രി 8:30 ആയിട്ടുണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവർ റൂം കീ കൊടുത്തു. അവൻ നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായി. റൂമിലേക്ക് കയറുമ്പോൾ അവൻ്റെ ചുണ്ടുകളിലെ പുഞ്ചിരി അവൾ കണ്ടിരുന്നു. ഡോറ് തുറന്ന് ഇരുവരും അകത്തേക്ക് കയറി. ലൈറ്റ് ഇട്ടപ്പോൾ അവൾ ചുറ്റും ഒന്ന് നോക്കി. മനോഹരമായിട്ടുള്ള നല്ലൊരു മുറി. വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്. അതിനോട് ചേർന്ന് ഒരു വിൻഡോ ഉണ്ട്. അതിലൂടെ മൂന്നാറിലെ മലനിരകൾ മുഴുവൻ കാണാം. അതിന് എതിർവശത്തായിട്ട് ഒരു ബാൽക്കണിയാണ്. ബാൽക്കണി ഡോറ് തുറന്ന് വർണ്ണ പുറത്തേക്കിറങ്ങി. ശിവ ബാഗൊക്കെ അവിടെ ഒതുക്കി വെച്ചു. കൗതുകത്തോടെ ഓരോന്ന് നോക്കുന്നവളെ അവൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്ര നേരമായിട്ടും അവൾ തന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവനും ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടവൾ. അവൻ അവളെ ഒന്ന് നോക്കി. അവൻ തൻ്റെ പിറകിലായി വന്ന് നിൽക്കുന്നത് അറിയുന്നുണ്ട്. പക്ഷേ അവന് തിരിഞ്ഞു നോക്കാനാവുന്നില്ല. അവൻ അവളെ പിന്നിലൂടെ ഒന്ന് പുണർന്നു. അവളുടെ തോളിൽ താടി ഊന്നി നിന്നു. ശരിക്കും ഇന്നത്തെ ദിവസം മറന്നുപോയോ നീ? അവളുടെ ചെവിയിലേക്ക് ചുണ്ടു ചേർത്ത് അവൻ ചോദിച്ചു. അതിൽ അവൾ ചെവി ഒന്ന് വെട്ടിച്ചു. മറന്നുപോയി, പക്ഷേ ഇപ്പോൾ അറിയാം. ഇന്നാണ് നിങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്ന ദിവസം. വർണ്ണ പറഞ്ഞതും ശിവയൊന്ന് പുഞ്ചിരിച്ചു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സ്വകാര്യം പോലെ അവൻ അവളുടെ ചെവിയരികിൽ വന്ന് പറഞ്ഞു. അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. അവളൊന്ന് കുറുകിപ്പോയിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ വന്ന് സ്ഥാനം പിടിച്ചു. വർണ്ണ, ഐ ലവ് യു പറയുന്നതിനൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ ഒന്ന് മുട്ടിയുരുമി. അവളൊന്ന് കുളിർന്നു പോയി. അവളെ അവൻ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവൾ ഉയർന്നു വന്ന് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. പേടിയുണ്ടോ നിനക്കെന്നെ? ചിരിക്കുന്ന മുഖത്തോടെ തന്നെ അവൾ ഇല്ലെന്ന് തലയാട്ടി. അത് കണ്ട് അവൻ്റെ മുഖത്തും കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. എനിക്കറിയാം, നിന്നെ ഒരിക്കലും നല്ല രീതിയിലല്ല ഞാൻ സ്വന്തമാക്കിയത്. തെറ്റായിരുന്നു. ഒത്തിരി വേദനിപ്പിച്ചിട്ടുമുണ്ട് ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷേ ഇപ്പോൾ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പ്രണയമാണ്. വേദനിപ്പിച്ചതിനും വിഷമിപ്പിച്ചതിനും എല്ലാം
അവൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവളുടെ വിരൽ അവൻ്റെ ചുണ്ടിൽ അമർന്നു. വേണ്ട, ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ദേവേട്ടനാണ്. അല്ലെങ്കിൽ ചെറിയച്ഛൻ്റെയൊക്കെ കൂടെ നിന്ന് എൻ്റെ ജീവിതം അവിടെ തന്നെ ഒരു അടിമയെപ്പോലെ അവസാനിച്ചേനെ. അവിടുന്ന് ദേവേട്ടൻ എന്നെ രക്ഷിച്ചു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഞാനല്ലേ നന്ദി പറയേണ്ടത്? എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം മാത്രം ചോദിക്കരുത്. അത്രയും ഇഷ്ടപ്പെട്ടു പോയി. അവളുടെ കണ്ണുകൾ അത് പറഞ്ഞപ്പോൾ ഈറനായി. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. കുറച്ചു സമയം ആ ചുണ്ടുകൾ അവിടെ തന്നെ അവൻ അങ്ങനെ അമർത്തി വെച്ചു. സന്തോഷമാണോ നിനക്ക്? സന്തോഷം മാത്രമാണ്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൾ അവനോട് മറുപടി കൊടുത്തു. ഇരുമുഖങ്ങളും അടുത്തു വരുന്നത് ഇരുവരും അറിഞ്ഞിരുന്നു. ചുണ്ടുകൾ അതിൻ്റെ ഇണയെ കോർത്തെടുത്തു. ചുണ്ടുകൾ കടന്ന് നാവിലേക്ക് വരെ എത്തി നിന്ന ദീർഘമായ ചുംബനം. ഇരുവരുടെയും ഉമിനീർ പോലും കൂടിക്കലർന്നു. ചുംബനം അവസാനിപ്പിക്കുമ്പോൾ കുങ്കുമം വാരി വിതറിയതുപോലെ വർണ്ണ ഒന്നാകെ ചുവന്നു പോയിരുന്നു. ശിവയുടെ മുഖവും അങ്ങനെ തന്നെ. വർണ്ണ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. കുറച്ചു സമയം രണ്ടുപേരും അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നു. കുഞ്ഞാ, തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന അവളുടെ കവിളിൽ പെരുവിരൽ കൊണ്ടൊന്ന് തഴുകിയവൻ. ഒന്ന് മൂളാൻ പോലും ആവാതെ അവൾ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. മുഖം വീണ്ടും ചുവന്നു വരുന്നു. കണ്ണുകൾ അവനെ നോക്കാനാവാത്ത വിധം ചുറ്റും പാഞ്ഞു നടന്നു. ശരീരം വിറപൂണ്ടു. ഞാൻ നിന്നെ സ്വന്തമാക്കട്ടെ, എൻ്റേത് മാത്രമായിട്ട്? അവളുടെ ചെവിക്കരികിൽ വന്ന് അവൻ സ്വകാര്യം പോലെ ചോദിച്ചു. അവളൊന്ന് കുറുകിക്കൊണ്ട് അവനിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. എന്തിനാ ഇങ്ങനെ വിറക്കുന്നത്? അവളുടെ വിറയ്ക്കുന്ന ശരീരത്തെ അവൻ്റെ കൈക്കുള്ളിലാക്കി വരിഞ്ഞു മുറുക്കിക്കൊണ്ടവൻ ചോദിച്ചു. അവളുടെ ശരീരം അപ്പോഴും കുറുകുന്നുണ്ട്. നിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. അവൻ പറഞ്ഞതും അവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവളുടെ സമ്മതം. അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു പോയി. ശരിക്കും? അവൻ കുസൃതിയോടെ അവളോട് ചോദിച്ചു. അവൻ അവളുടെ നെറ്റിയിലായിട്ട് ഒന്ന് അമർത്തി ചുംബിച്ചു. ബാൽക്കണി ഡോർ അടച്ചു വന്ന് അവളുമായിട്ട് കട്ടിലിലേക്ക് വീഴുമ്പോഴും രണ്ടുപേരുടെ ഉള്ളിലും പരസ്പരം ഒന്നാവാനുള്ള കൊതിയായിരുന്നു. അവനെ മാത്രം നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണിലേക്ക് തന്നെ അവൻ്റെ നോട്ടവും തറഞ്ഞു നിന്നു. അവളുടെ നെറ്റിയിൽ അവൻ ആദ്യം ഒന്ന് ചുംബിച്ചു, അത്രയും പ്രണയത്തോടെ. ശേഷം കണ്ണുകളിൽ, കവിളിൽ, മൂക്കിൽ, അങ്ങനെ. ഒടുവിൽ അതവളുടെ ചുണ്ടിൽ വന്നു നിന്നതും അവൻ മുഖമുയർത്തി വർണ്ണയെ ഒന്ന് നോക്കി. അത് കണ്ടതും അവൾ സ്വയം ഉയർന്നു വന്ന് അവൻ്റെ ചുണ്ടുകളെ ഒന്നാകെ നുണഞ്ഞെടുത്തു. ചുംബന ലഹരിയിൽ അവൻ അവളിലേക്ക് അമർന്നു പോയി. അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് അമർന്നു നിന്നു. അത്രയും ശാന്തമായിട്ട് ഇരുവരും ചുംബിച്ചു. നിമിഷനേരങ്ങൾ നീണ്ടു നിന്ന ചുംബനം. അത് അവസാനിച്ചപ്പോഴേക്കും വർണ്ണ നന്നായി തന്നെ കിതച്ചു പോയിരുന്നു. അവിടെ നിന്നും അവൻ്റെ മുഖം കഴുത്തിലേക്ക് ഇഴഞ്ഞിറങ്ങി. കഴുത്തിലാകമാനം അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. അവൻ്റെ കൈകൾ അവളുടെ ഉടലഴകുകളിൽ ഓടിപ്പാഞ്ഞു നടന്നു. വികാര തീവ്രതയിൽ അവളുടെ കഴുത്തിൽ അവൻ പാടുകൾ ഏൽപ്പിച്ചു. നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ അവളിൽ നിന്നും തനിക്ക് തടസ്സമായ മേൽവസ്ത്രങ്ങളെല്ലാം ഊരിയെറിഞ്ഞു. വയറിലും മാറിലും മുഴുവനും അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. വികാരം ഉയർന്നു വരുന്നതിനനുസരിച്ച് അവൻ്റെ പല്ലുകളും അവളിൽ പാടുകൾ തീർത്തുകൊണ്ടിരുന്നു. അവളുടെ മാറിനെ അവൻ കൈകൊണ്ട് അമർത്തി ഞെരിച്ചു. അതിനെ ഒന്നാകെ നുണഞ്ഞെടുത്തു. പൊക്കിൾ ചുഴിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ ഉടയാടകളെല്ലാം അവൻ്റെ കൈകൊണ്ട് അഴിഞ്ഞു നീങ്ങി. വയറും കടന്ന് അവൻ്റെ മുഖം താഴേക്ക് ഇഴഞ്ഞിറങ്ങി. അവളുടെ നെറ്റി മുതൽ കാലിലെ വിരൽത്തുമ്പ് വരെ അവൻ ചുംബിച്ചു. ഇടയ്ക്ക് വേദനിപ്പിച്ചു. അവൻ്റെ ചുണ്ടുകൾ പതിയാത്ത ഒരിടം പോലും അവളുടെ ശരീരത്തിൽ പിന്നീട് ബാക്കിയുണ്ടായിരുന്നില്ല. വർണ്ണയുടെ ശീൽക്കാരങ്ങളും കുറുകലുകളും കനത്ത നിശ്വാസവും അവിടെ ഉയർന്നു കേട്ടു. വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ വർണ്ണയ്ക്ക് ഉറക്കെ ശബ്ദം ഉണ്ടാക്കാൻ തോന്നി. കൈകൊണ്ട് അവൾ അവളുടെ വായ അടച്ചു പിടിച്ച് ശബ്ദം പുറത്തേക്ക് വരാതെ നോക്കി. അവളുടെ കൈകൾ വീണ്ടും പിടിച്ചെടുത്ത് അവൻ തൻ്റെ ദേഹത്തേക്ക് വെച്ചു. നിന്റെ വികാരം നീ എന്നിൽ തീർക്ക്. അവൻ്റെ നിശ്വാസം കലർന്ന പതർച്ചയോടെയുള്ള ശബ്ദം അവൾ കിതപ്പോടെ കേട്ടിരുന്നു. തനിക്ക് മുകളിലായി വന്നു നിൽക്കുന്നവൻ്റെ അടുത്ത നീക്കം അറിയാവുന്നത് കൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്നെ നോക്കു കുഞ്ഞാ, അവൻ പറഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. അതേ നിമിഷം അടിവയറിൽ ഒരു വേദന പടരുന്നത് അവൾ അറിഞ്ഞിരുന്നു. കണ്ണുകൾ ഒന്ന് നിറഞ്ഞു വന്നു. അല്പനേരം അവൾ നോക്കിയാവുന്നത് വരെ അവൻ അനങ്ങാതെ നിന്നു. ശേഷം പതിയെ അവളിൽ ചലിച്ചു തുടങ്ങി. വേദനയോടെയുള്ള അവളുടെ ശബ്ദങ്ങൾ അധികം വൈകാതെ ശീൽക്കാരങ്ങളായി മാറി. അവളുടെ ചുണ്ടുകൾ അവൻ മതിവരാത്തതുപോലെ വീണ്ടും വീണ്ടും ചുംബിച്ചു. അവളെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ അവൻ അവളിൽ ചലിച്ചു. പുറത്തെ മഞ്ഞിൻ്റെ തണുപ്പിലും അകത്തെ AC-യുടെ തണുപ്പിലും പോലും ഇരുവരും വിയർത്തു കുളിച്ചു. അല്പസമയം കഴിഞ്ഞതും ഇരുവരും ഒരുപോലെ വെട്ടിവിറച്ചു. കുഞ്ഞൊരു പുഞ്ചിരിയോടെ അവൻ അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു. വർണ്ണ അവനെ ഇരുകൈകൊണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. സമയം അങ്ങനെ കടന്നുപോയി. രണ്ടുപേരും ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അവളുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിലൂടെ തലോടുന്നുണ്ട്. അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളുടെ നഗ്നമായ മാറിൽ ഒന്ന് അമർത്തിപ്പിച്ചി. ആ, അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. വിശക്കുന്നുണ്ടോ നിനക്ക്?
അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളോട് ചോദിച്ചു. ദാഹിക്കുന്നുണ്ട്. അവൾ പറഞ്ഞതും അവൻ എഴുന്നേറ്റ് ഷോർട്സ് എടുത്തിട്ടു. ശേഷം ജഗ്ഗിലെ വെള്ളം അവൾക്ക് കൊടുത്തു. അവൻ കട്ടിലിലേക്ക് കിടന്ന് അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്ത് കിടത്തി. ഐ ലവ് യു. അത് പറഞ്ഞ് അവൻ അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു. അവൻ്റെ മീശരോമങ്ങൾ അവളിൽ നോവേൽപ്പിച്ചു. അവനിലേക്ക് ചേർന്നിരുന്നപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിലായി അമർത്തിയൊന്ന് കടിച്ചു. ആ വേദനയോടെ ശബ്ദമുണ്ടാക്കി അവൻ. അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ അവളുടെ മേലെ വന്ന് നിന്നു. എന്നെ കടിക്കുന്നീ അല്ലേ? വല്ലാത്തൊരു വശ്യതയോടെ അവൻ അവളോട് ചോദിച്ചതും അവൾ ഉമിനീരിറക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. അവൻ്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു. അവളുടെ ചുണ്ടിലായി അവൻ പതിയെ ഒന്ന് കടിച്ചു. എനിക്ക് ഇനിയും നിന്നെ വേണമെന്ന് തോന്നുക. പക്ഷെ വേണ്ട, എൻ്റെ കൊച്ചിന് വയ്യാതാവും. ആദ്യമായിട്ടല്ലേ? അവൻ ആർദ്രമായിട്ട് അവളോട് പറഞ്ഞു. അത് കേട്ടതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ മുകളിൽ നിന്ന് മാറി എഴുന്നേറ്റ് നിന്നു. ഒന്ന് ഫ്രഷായിട്ട് കിടക്കാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. വാ. അവളോട് പറഞ്ഞതും അവളിൽ പെട്ടെന്ന് പരിഭ്രമം നിറഞ്ഞു. ഞാൻ കുളിച്ചോളാം. ദേവിടൻ ആദ്യം ഫ്രഷ് ആയിക്കോ. വേണ്ട, ഞാൻ ചെയ്തു തരാം. ബോഡി പെയിൻ ഉണ്ടാവും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല പെയിൻ ആയിരിക്കും. സോ നാണക്കേടൊന്നും കരുതണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അവൻ അവളുടെ തലയിലൂടെ ഒന്ന് തലോടി. അവൾ അവനെ നോക്കിക്കിടന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ഈറനായി. എന്താടാ? അവൻ അവളോട് അരുമയായി ചോദിച്ചു. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് അവൾ അവനെ ഇറക്കി കെട്ടിപ്പിടിച്ചു. ഐ ലവ് യു. അതിനൊപ്പം അവളുടെ കണ്ണുനീരും അവൻ്റെ തോളിൽ വന്ന് പതിച്ചു. അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ പുറത്തൊന്ന് തലോടി. ലവ് യു ടു. ശിവ അവളുടെ ഷോൾഡറിൽ ഒന്ന് ചുംബിച്ചു. ആ സമയം അവനിൽ പ്രണയത്തേക്കാളുപരി വാത്സല്യം നിറഞ്ഞു നിന്നു. ഒരു കുഞ്ഞിനെ എന്നതുപോലെ അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി. ചൂടുവെള്ളത്തിൽ അവളെ കുളിപ്പിച്ചു കൊടുത്തു. എല്ലാം അവൻ തന്നെയാണ് ചെയ്തു കൊടുത്തത്. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു ചടപ്പുണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിൽ അവളിൽ നിന്ന് അതും അലിഞ്ഞില്ലാതെയായി പോയി. പ്രണയം മാത്രം നിറഞ്ഞു നിന്ന സമയം. ക്ഷീണം കാരണം ഇരുവരും വേഗം തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ 10 മണിയൊക്കെ കഴിഞ്ഞാണ് ഇരുവരും എഴുന്നേറ്റത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുറിയിൽ തന്നെ കൂടി രണ്ടുപേരും. ഇരുവരും പരസ്പരം അറിഞ്ഞുകൊണ്ടേയിരുന്നു. ഇടതടവില്ലാതെ അവൾ അവനിലേക്കും അവൻ അവളിലേക്കും ചേക്കേറി. പ്രണയവും കാമവും രണ്ടുപേരിലും നിറഞ്ഞാടി. ആ പകല് മുഴുവൻ അവർ ഒരു പുതപ്പിൻ കീഴിൽ മഞ്ഞിൻ്റെ കുളിർമയിൽ പ്രണയിച്ചു, കാമിച്ചു. ഊണും ഉറക്കവും ഇല്ലാതെ ഇരുവരും പ്രണയനീരിൽ മുങ്ങിക്കുളിച്ചു. അന്നേ ദിവസം കൂടെ അവിടെ തന്നെ ചിലവഴിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഇരുവരും തിരികെ വീട്ടിലേക്ക് മടങ്ങിയത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.